എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഡീപ് ഡൗൺ ഫീലിങ്സ് എന്താണ് എന്നാണ്. കുറേ നാളായില്ലേ നമ്മൾ ഫീലിങ്സ് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്. ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. എത്രത്തോളം നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നോ അത്രയും മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. അതേപോലെ ഞാൻ ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഫോർവേഡ് ചെയ്ത് കാണുന്ന ആളാണെങ്കിൽ ദയവേത് ഷഫ്ലിങ്ങിൻ്റെ സമയത്ത് ഫോർവേഡ് ചെയ്യാതിരിക്കുക. കാരണം ആ സമയത്താണ് നിങ്ങളുടെ എനർജി കാർഡ്സുമായിട്ട് കണക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഡീപ് ഡൗൺ ഫീലിങ്സ് എന്താണ്? What are the deep down feelings of this person towards them? What are the deep down feelings of this person towards them? What are the deep down feelings of this person towards them? 3 കാർഡ് വീണ്ടും എടുക്കുന്നില്ല കേട്ടോ. What are the deep down feelings of this person towards them? ഡീപ് ഡൗൺ ഫീലിങ്സ് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് മുഴുവൻ എക്സ്പ്രസ് ചെയ്ത് കാണില്ല. ഒരു മനസ്സിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സൂക്ഷിക്കുന്ന ഫീലിങ്സ് ആണ് കേട്ടോ. കിങ് ഓഫ് വാൻഡ്സ്, 10 ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഹൈ പ്രീസ്റ്റസ്, ജസ്റ്റിസ്, സ്ട്രെങ്ത്, പേജ് ഓഫ് കപ്സ്, the moon, the star കാർഡിന് മേലെ ഞാൻ വേറൊരു കാർഡ് വയ്ക്കുകയാണ്. ഒന്നുകൂടെ എടുക്കാം. ദി എംപറർ, 6 ഓഫ് സ്വാർഡ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. ഡീപ് ഡൗൺ ഫീലിങ്സ് പറയുമ്പോൾ കിങ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നെയാണ്, അട്രാക്ഷനാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെ കാണാൻ കരിസ്മാറ്റിക് ആയിട്ടുള്ള, എല്ലാവരെയും ഒരുപാട് ആകർഷിക്കുന്ന, അതുപോലെ വളരെ ഒരു ജോബ് വൈസ് ആയാലും ആളൊത്തിരി പവർഫുൾ ആയിരിക്കണം. ചെയ്യുന്ന ജോലിയിൽ കുറച്ച് പവർഫുൾ, ഒരു തീരുമാനം എടുക്കാനൊക്കെ പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം. അതുപോലെ കാണാനും വളരെ സൗന്ദര്യമുള്ള, വളരെ നന്നായി സംസാരിക്കുന്ന, എല്ലാവരുമായിട്ട് നന്നായി ഇടപഴകി എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തുന്ന ഒരാൾ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. ഓക്കെ, ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഒരു പക്ഷേ ഒരു ഫ്ലർട്ടീഷ്യസ് എനർജിയിലായിരുന്നു. ഫ്ലർട്ട് ചെയ്ത് അത്ര സീരിയസ് അല്ലാത്തൊരു രീതിയിലാണ് സംസാരം തുടങ്ങിയിട്ടുണ്ടാവുക. ഒരു ഫ്രണ്ട്ലിയും അല്ല, അതിനും ഒരു പടി മേലെ അല്പം ഫ്ലർട്ടി ആയിട്ട് തന്നെയാണ് ആദ്യം കാലങ്ങളിൽ ഇടപഴകിയിട്ടുണ്ടാവുക. പക്ഷേ ഓവർ ദി ടൈം അവർ നിങ്ങൾക്ക് വേണ്ടി റിയലായിട്ട് ഫീലിങ്സ് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ നിങ്ങളെ അവരുടെ ഫാമിലിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവരുടെ ഫാമിലിയിലൊരു മെമ്പറായിട്ട് തന്നെയാണ് അവരെ കാണുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു സമയം മോശമായി പോകുന്ന ഒരു സമയമാണെങ്കിൽ ആ സമയം മാറി വന്നാൽ നിങ്ങളുമായിട്ടൊരു യൂണിയനിലെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് അവർ ഒരുപാട് ടാരോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കണം. ഒന്നുകിൽ അവർ ഒരുപാട് ടാരോ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കിയത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ്. അപ്പോൾ അവരും ടാരോ റിലേറ്റഡ് ആയിട്ട്, ഓക്കൽ റിലേറ്റഡ് ആയിട്ട്, ടാരോ അല്ലെങ്കിൽ ആസ്ട്രോളജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാണുന്നവരായിരിക്കണം. ഒന്നിൽ കൂടുതൽ ടാരോ റീഡിങ്സൊക്കെ ഒരു ദിവസം കാണുന്ന ഒരാളായിരിക്കാം. അതുപോലെ സ്വല്പം സ്പിരിച്വലായിട്ട് ഒക്കെ ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊരു ക്ഷമ ചോദിച്ച് നിങ്ങൾക്കൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്നവർ വിചാരിക്കുന്നുണ്ട്. എംപറർ വെച്ചിട്ട് സ്വല്പം ഈഗോയും പിടിവാശിയും ഒക്കെ ഉള്ള ഒരാളായിരിക്കാനും സാധ്യതയുണ്ട്. ആ ഈഗോ മൂലം നിങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്.
പക്ഷേ അത് ക്ഷമയോടെ ഡീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മെസ്സേജസൊക്കെ തിരിച്ചും വായിക്കുന്നുണ്ട്, നിങ്ങളുടെ DP, നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഇതെല്ലാം അവർ വളരെ കണിശമായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. മൂൺ കാർഡ് വെച്ചിട്ട് നമുക്ക് പറയാം അവരൊരു സങ്കടം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ പിരിഞ്ഞിരിക്കുകയാണോ എന്നാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സിറ്റുവേഷനിൽ അവർക്കൊരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ജലസി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്താണെന്നൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ അവരുടെ ജീവിതത്തിലെ സ്റ്റാറാണ്. അത് മിക്കവാറും എല്ലാ റീഡിങ്ങിലും തന്നെ വരുന്നുണ്ട് അല്ലേ. അവരുടെ ജീവിതത്തിലെ ഒരു സ്റ്റാറാണെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ ലൈഫിലെ പ്രകാശമാണ്, അവരുടെ ലൈഫിലെ പോസിറ്റിവിറ്റിയാണ്, വിഷ് ഫുൾഫിൽമെൻ്റാണ്, നിങ്ങളെ കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം. അതുപോലെ 6 ഓഫ് സ്വാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് പോലെ ഒരു കാർഡാണത്. അത് ഏത് സിറ്റുവേഷനിൽ നിന്നാണ് അവർ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജീസ് വെച്ചിട്ട് വോൺസിൻ്റെ എനർജി ഉണ്ട്, കപ്സ് ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ സോഡിയാക്കും തന്നെ ആയി കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ എല്ലാ സോഡിയാക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാർഡാണ്. ഓക്കെ, പിന്നെ ഹൈ പ്രിസ്റ്റസ് വെച്ചിട്ട് പൈസസ് ആണ് മീനരാശി. ദെൻ എംപറർ വെച്ചിട്ട് ഏരീസ് മേടരാശിയാണ്. പിന്നെ സ്ട്രെങ്ത് വെച്ചിട്ട് ലിയോ ചിങ്ങരാശിയായിരിക്കാനും സാധ്യതയുണ്ട്. സ്റ്റാർ കാർഡ് വെച്ചിട്ട് അക്വേറിയസ് കുംഭരാശി ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അത് മേജറായിട്ട് കാണുന്ന രാശികളാണ്. അതേപോലെ കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് നമുക്ക് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ് അപ്പോൾ റിപ്പീറ്റായി വരുന്നുണ്ട് കേട്ടോ. മേടം, ചിങ്ങം, ധനു. അതേപോലെ കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വേറെ ഏതാണ്? ജസ്റ്റിസിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു അല്ലേ. ജസ്റ്റിസ് വെച്ചിട്ട് ലിബ്രയാണ്, തുലാരാശിയാണ്. ഓക്കെ, അതേപോലെ സ്പോർട്സിൻ്റെ എനർജിയും അവിടെ കാണുന്നുണ്ട്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. കണ്ടോ, എല്ലാ രാശിയും തന്നെ വന്നിട്ടുണ്ട് അവിടെ. അതിൽ പ്രത്യേകിച്ച് ഇനി ഒരു രാശി പറയാനൊന്നുമില്ല, കാരണം വീൽ ഓഫ് ഫോർച്യൂൺ അവിടെ വന്നതുകൊണ്ട് നമുക്ക് എല്ലാ രാശിയും തന്നെ എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എല്ലാ കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവാം. എല്ലാ കാർഡ്സും നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്നാൽ നമുക്ക് കാക്കയുടെയൊക്കെ സൗണ്ട് ഒരുപാട് കേൾക്കണ്ടാവുന്നു. ഞാൻ വൈകുന്നേരമാണ് റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ മൈക്കൊന്ന് പണി മുടക്കിയിരിക്കുക, അത് കാരണം കുറച്ച് ശബ്ദ കോലാഹലം ഉണ്ടാവുമെന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്, ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്, ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്. ഓക്കെ, വന്നത് 6 ഓഫ് സ്വാർഡ്സും 2 ഓഫ് കപ്സും ആണ്. നേരത്തെ ആ കാർഡ് റിപ്പീറ്റ് ചെയ്തിരുന്നു, ഓർമ്മയല്ലേ? 6 ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്ന റീയൂണിയൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം കണക്ഷനൊക്കെ ഇവർക്ക് ഉണ്ട് എന്ന്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാർഡാണത് കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ചിന്തിക്കുന്ന ഒരു കാർഡാണത്. ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പര സ്നേഹമുണ്ട് രണ്ടാൾക്കും എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ആ കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയിൽ നിന്നും, അതായത് ഒരു ഫ്ലർട്ടീസിയസ് എനർജിയിൽ നിന്നും അവർ സ്നേഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ്. ക്ലാരിഫൈ 10 of cups, clarify 10 of cups, clarify 10 of cups. ഇത് രണ്ടും എടുക്കാം. എൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ കാർഡ് ബോട്ടം ഓഫ് ദി ഡെക്കും കൂടി എടുക്കാം കേട്ടോ. 9 of cups, page of swords and death. ഓക്കെ, അഥവാ 2 സിനാറിയോ ഉണ്ട്. ഒന്ന്, നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ,
ഒന്നാമത്തെ സിനാറിയോ. രണ്ടാമത് ഇവരുടെ ഫാമിലി, ഇവർക്കൊരു ഫാമിലി ഉണ്ട്, ഇവരുടെ ഫാമിലി ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുമൂലം കുറച്ച് ടെൻഷൻസ് ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടെൻഷൻസ് എല്ലാം മാറ്റി വെച്ച് നിങ്ങളാണ് അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഒരു ക്ലോഷർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഡീപ്പ് ഡൗൺ ഫീലിങ്സ് ആണ്, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണിത് കേട്ടോ. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, പ്ലീസ് ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, പ്ലീസ് ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. ഹൈ പ്രീസ്റ്റസ് ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ഒരുപാട് ടാരോ കാണുന്നുണ്ട് തോന്നുന്നുണ്ടല്ലോ. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിൽ ഉള്ള ഒരാളാണ്. സ്വല്പം മാനിപ്പുലേറ്റീവ് കാര്യങ്ങളൊക്കെ നല്ല വശമുള്ള ഒരാളാണ്. ഒരു പവർഫുൾ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് ഡിറ്റർമിനേഷനും വിൽ പവറും ഒക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ അത്യാവശ്യം അത്ലറ്റിക് ആയിട്ടുള്ള, അതായത് കുറച്ച് ജിമ്മിലൊക്കെ പോകുന്ന ഒരാളായിരിക്കാം. ഓക്കെ, കാരണം ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുപോലെ യൂണിഫോംഡ് ജോബായിരിക്കാം, ആർമി, നേവി, എയർഫോഴ്സ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഈവൻ എയർപോർട്ടിൽ ഉണ്ടാവും. ഞാൻ ഓരോ വീഡിയോയിൽ ഓരോ എക്സാമ്പിൾസാണ് പറഞ്ഞ് ഓർത്തെടുത്ത് പറയുന്നതാണ്. ഡോക്ടേഴ്സ്, നഴ്സസ്, ടീച്ചേഴ്സ്, വാട്ട് എൽസ്, അങ്ങനെ എല്ലാം യൂണിഫോം ആവശ്യമുള്ള ജോലികൾ അതിലെന്തെങ്കിലും ഒന്ന്. ഈവൻ സലൂണിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ, അവരൊക്കെ അതൊക്കെ യൂണിഫോം ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു യൂണിഫോമിൻ്റെ ജോബിലുള്ള ഒരാളായിരിക്കണം. ഒരുപാട് മാനിപ്പുലേറ്റീവ് പവറുള്ള ഒരാളാണ്. പറഞ്ഞ് ആളെ കയ്യിലെടുക്കാനൊക്കെ താല്പര്യം പറ്റുന്ന ഒരാളാണ്. അതുപോലെ ടാരോ റിലേറ്റഡ്, ഓക്കൽട്ട് റിലേറ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. നിങ്ങളോ അവരോ ഒരുപാട് ടാരോ കാണുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു ടാരോ റീഡറെ സമീപിച്ച് കാണണം. നിങ്ങളോ അവരോ ഒരു ടാരോ റീഡറെ, ഇതിൻ്റെ അറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടാരോ റീഡറെ സമീപിച്ച് കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അവർ മനസ്സിൽ ഈ റീഡിങ്സൊക്കെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ചാരിയറ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്, ഒരു ഡിറ്റർമിനേഷൻ്റെ കാർഡാണ്. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ ടാരോ എല്ലാം റിലേറ്റഡ് ആയിട്ട് കേട്ടിട്ട് പല ഇവിടെ ഒരു ന്യൂ സ്റ്റാർട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ന്യൂ സ്റ്റാർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഉള്ള ആഗ്രഹം വളരെ തീവ്രമായിട്ടുണ്ട്. ഒരുപാട് ഓക്കൽട്ട് റിലേറ്റഡ് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ടാരോ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നിങ്ങളോ അവരോ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ടാരോയെ പറ്റി സ്വല്പം അറിവുള്ള ഒരാളായിരിക്കാനും സാധ്യതയുണ്ട്. ക്ലാരിഫൈ ദി ഹൈ പ്രീസ്റ്റസ്. ഹൈ പ്രീസ്റ്റസ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ എനർജി കാണുന്നത്. ക്ലാരിഫൈ ദ ഹൈ പ്രീസ്റ്റസ്. Four of Cups and Page of Wands. Four of Cups, Page of Wands. ഇവിടെ 4 ഓഫ് കപ്സ് വന്നിട്ട് ഒരു മിസ്സിങ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. പേജ് ഓഫ് വാൻസ് പറയുമ്പോൾ ഒരു നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ വരണം, നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു കോളോ ഒക്കെ ചെയ്യണമെന്നൊക്കെ തന്നെ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ തടസ്സം എന്താണെന്ന് വെച്ചാൽ, ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ പാർട്ട്ണർ ഈ വിവരം അറിയും, ഇതറിഞ്ഞാൽ അവരുടെ ലൈഫിൽ പ്രശ്നമുണ്ടാവും എന്നുള്ളൊരു ഭയം കാരണം ഇവർ ആ ഒരു അറ്റംപ്റ്റിന് മുതിരാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളിൽ നിങ്ങളെ വിളിക്കണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വരുമ്പോൾ അവിടെ അങ്ങനെയും ഒരു സിനാറിയോ ഉണ്ട്. അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ, അതൊരു സ്പൗസായിരിക്കാം, മാരീഡ് ആണെങ്കിൽ അവർ ഈ വിവരം അറിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും എന്നുള്ളൊരു ഭയവും കാരണമാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത്. ക്ലാരിഫൈ ജസ്റ്റിസ്, പ്ലീസ് ക്ലാരിഫൈ ജസ്റ്റിസ്, പ്ലീസ് ക്ലാരിഫൈ ജസ്റ്റിസ്. ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് ലവേഴ്സ്. ഓക്കെ, പറഞ്ഞില്ലേ ക്വീൻ ഓഫ് സോർഡ്സ്, അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്.
ഓക്കെ, ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങളുമായിട്ട് ഒരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് ഈ ക്വീൻ ഓഫ് സ്പോർട്സ് അവിടെ കാവലിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ക്വീൻ ഓഫ് സ്പോർട്സിനെ മറികടന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് തന്നെയാണ് ഡീപ്പ് ഡൗൺ ഇവരുടെ മനസ്സിൽ ആഗ്രഹമുള്ളത്. ഓക്കെ, അത് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ലൈഫിലുള്ളൊരു ലേഡി ഫിഗർ ആയിരിക്കും കേട്ടോ. അമ്മയാവാം, വൈഫാവാം, സിസ്റ്റർ ആവാം, ഈവൻ എ ഫ്രണ്ട് ആവാം, വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്, ഒരു എക്സ്, ഓക്കെ, അങ്ങനെയൊക്കെ ആവാം. പിരിഞ്ഞു പോയൊരു കാമുകിയോ അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ പോലും ആയിരിക്കാം. ഓക്കെ, അതൊരു തടസ്സമായിട്ട് അവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് തരണം ചെയ്ത് നിങ്ങളെ സ്നേഹിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ, നിങ്ങൾക്കൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ക്ലാരിഫൈ ദി എംപറർ പ്ലീസ്. Please clarify the emperor. Please clarify the emperor. Okay, 2 of swords and 3 of swords. അവിടെ ഈഗോ ഒരു പ്രശ്നമാണ്. ഇവരുടെ ഈഗോ മൂലവും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാം. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഈഗോ മൂലം നിങ്ങളൊരു പക്ഷേ അവരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവണം. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വളരെ ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ ഈഗോ തടസ്സം നിന്നത് കാരണം നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതേപോലെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കാരണം അവരൊരു കൺഫ്യൂഷനിലാണ്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, എന്താവും ഇതിൻ്റെ കൺക്ലൂഷൻ, ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമോ എന്നെല്ലാം ആൾക്ക് നല്ല ടെൻഷനുണ്ട്. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് കാരണം പിരിഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ ദി സ്ട്രെങ്ത് പ്ലീസ്. ക്ലാരിഫൈ ദി സ്ട്രെങ്ത്. ക്ലാരിഫൈ ദി സ്ട്രെങ്ത് പ്ലീസ്. 4 of Pentacles and Ace of Swords. നിങ്ങളെ പ്രതി വളരെ പൊസസീവാണ്. നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ അവർക്കൊരു റിയാലിറ്റി അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ക്ഷമ ആണ് കാണിക്കുന്ന, സ്ട്രെങ്ത്. നിങ്ങളാണ് അവരുടെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ, വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നേരത്തെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിലെ ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ്, വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, എല്ലാമാണ്. അപ്പോൾ ഇന്ന് ഉള്ള ഒരു റിയാലിറ്റി ചെക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യം നല്ല ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. നിങ്ങളെ വളരെ പൊസസീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ വേറെ ഒരാളോട് സംസാരിക്കുന്നതോ അടുത്തിടപഴകുന്നതോ ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. Clarify Page of Cups. Page of Cups. 8 of Wands and Judgment. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡും ജസ്റ്റിസിൻ്റെ കാർഡൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വെച്ചിട്ട് അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള ഒരാളാണ്. ഒരു കർമ്മബലം കൊണ്ട് നിങ്ങൾ ഒന്നിച്ച് വന്നതാണ്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ എത്തണം എന്ന് തന്നെയാണ്. 8 of Wands വെച്ചിട്ട് സ്വിഫ്റ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അവർ ഡിവൈൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു യൂണിയന് സാധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സാധിക്കണം എന്നുള്ളത് അവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു മെസ്സേജോ കോളോ എത്രയും വേഗം വരാൻ സാധ്യതയുണ്ട്. Clarify the moon. Please clarify the moon. Please clarify the moon. 8 of Cups and 8 of Wands. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിൽ ശനിയുടെ അപഹാരം വളരെ
സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 4, 8 അതൊക്കെ റിപ്പീറ്റഡായിട്ട് വരുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ല. 4 വന്നിട്ട് രാഹുലിൻ്റെ നമ്പറാണ്, 8 വന്നിട്ട് ശനിയുടെ നമ്പറാണ്. റെപ്പിറ്റേറ്റീവായിട്ട് 2-3 റീഡിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ റെമഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആളൊരു സെൽഫ് റെസ്ട്രിക്റ്റീവ് മോഡിലാണ്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. ഒരു സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷനാണ്. ഓക്കെ, അവരവർക്ക് ഈ കെട്ടഴിച്ച് പോരാം, പക്ഷേ അവർ ഇതിന് ശ്രമിക്കുന്നില്ല. ആ ഒരു റെസ്ട്രിക്ഷനിൽ പെട്ട് കിടക്കുകയാണ്. ആ സിറ്റുവേഷനിൽ നിന്ന് ഓടിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര സങ്കടത്തിലുമാണ്. എനിക്ക് തോന്നുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായി കിടക്കുന്നതായിരിക്കണം. ഓക്കെ, ആ സിറ്റുവേഷനിൽ നിന്ന് എത്രയും വേഗം ഇറങ്ങി ഓടണം, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷനിൽ വരണം, മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം, റീയൂണിയൻ വേണം എന്നെല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് കാണുന്നത്. ക്ലാരിഫൈ ദ സ്റ്റാർ. Please clarify the star. Please clarify the star. Ace of Pentacles and the Hierophant. വീണ്ടും Hierophant. Ace of Pentacles നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങളുമായിട്ട് ഒരു കുടുംബം ഉണ്ടാവണം എന്നെല്ലാം അവർക്ക് തീവ്രമായ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ഇവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, ഹെറോഫൻ്റ് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ ഡിഫറൻസസ്, സ്റ്റാറ്റസ് ഡിഫറൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വളരെ സ്റ്റേബിളായിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അതുപോലെ ഈ നിങ്ങളുടെ പേഴ്സൺ ഒരു ഹീലറായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്താണ് പറയുക, സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം. ഒരു മാരീഡ് പേഴ്സൺ ആവാനാണ് സാധ്യത. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് ക്വീൻ ഓഫ് സോർട്സ് കണ്ടത്. ഇവിടെ ഹെയറോഫൻ്റ് വന്നിട്ട് അത് കൺഫേം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഹെയറോഫൻ്റ് വന്നിട്ട് ഒരു മാരേജ് സ്റ്റെബിലിറ്റിയുടെ ഒക്കെ കാർഡാണ്, ഒരു ഫാമിലി ലൈഫിൻ്റെ ഒക്കെ കാർഡാണ്. ഒന്നുകിൽ അവർ ആ ട്രഡീഷൻ വിട്ട്, അവരുടെ സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ് വിട്ടിട്ട്, ഒരു പക്ഷേ ഇവിടെ റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നത് ഇവരുടെ ഈ സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ് ആയിരിക്കണം. മുകളിൽ ക്വീൻ ഓഫ് സോർട്സ് ഇരിക്കുന്നു, സൈഡിൽ 8 ഓഫ് സ്പോർട്സ് ഇരിക്കുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവരുടെ ഫാമിലി കമ്മിറ്റ്മെൻറ്റ്, ഫാമിലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അവരുടെ സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഒരുപാട് നോക്കുന്ന ഒരാളായിരിക്കാം. അത് ഇവർക്കൊരു റെസ്ട്രിക്ഷനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ 6 ഓഫ് സ്പോർട്സ്. പ്ലീസ് ക്ലാരിഫൈ 6 ഓഫ് സ്പോർട്സ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അത് തന്നെയാണ്, അവിടെ ഒരു ഫാമിലി വരുന്നത് കാരണം അവർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാർഡ് ലാസ്റ്റിൽ ഇതാണ് 10 ഓഫ് കപ്സ്, ഫാമിലിയുടെ കാർഡ്. ഓക്കെ, കൺഫർമേഷനാണ്, ഫാമിലിയാണ് അവിടെ റെസ്ട്രിക്ഷൻ. ഓക്കെ, ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇത് മെജോറിറ്റി ആൾക്കാർക്കായിരിക്കുവേ. ഞാൻ എല്ലാവരും മാരീഡ് ആണെന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലാവർക്കും റെസൊനേറ്റ് ആവുന്നതല്ല. ഇവിടെ കൂടുതൽ എനർജി പിക്ക് ചെയ്തത് ഈ പറഞ്ഞ ആൾക്കാരുടെ ആണ് എന്നേ ഉള്ളൂ. ഓക്കെ, കാണുന്ന എല്ലാവരും മാരീഡാണ്, എല്ലാവരുടെയും ഫാമിലി പ്രശ്നമാണ്, അങ്ങനെയല്ല. കൂടുതൽ ആൾക്കാരുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ ഓർത്തതിൻ്റെ തീവ്രത വെച്ചിട്ടാണ് ഈ എനർജി പിക്കാവുന്നത്. ഇന്ന് ഇവിടെ എനർജി പിക്കായിരിക്കുന്നത് ഒരു കുറച്ച് മാരീഡായിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് കൂടുതലായിട്ട് പിക്കായിരിക്കുന്നത്. അവർ റെസ്പോൺസിബിലിറ്റിയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കിങ് ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒരുമിച്ച് വന്നതുകൊണ്ട് അതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്, what should my viewers do in this connection? What is your guidance for them in this connection? Please tell us. What is your guidance for my viewers in this connection? വിക്ടറി കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസ്.
Wheel of Fortune, Queen of Wands. അൾട്ടിമേറ്റ്ലി ഒരു വിക്ടറി കിട്ടും എന്ന് തന്നെയാണ് ഗൈഡൻസ് വന്നിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം എടുക്കേണ്ടി വരും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ട്. മറ്റൊരാളുടെ സഹായം നിങ്ങൾക്ക് തേടേണ്ടതായിട്ട് വരാം. അറ്റ് പ്രസൻറ്റ് ആങ്ഷ്യസ് ആണ് രണ്ടുപേരും. ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, സങ്കടമുണ്ട്, രാത്രി ഉറക്കമില്ലായ്മയുണ്ട്, എണീറ്റിരുന്ന ആലോചന തന്നെയാണ്. പക്ഷേ ഈ ഒരു കാലവും മാറി വരും. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ എന്നും ഒരു നല്ല കർമ്മങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മബലം കൊണ്ടാണ് നിങ്ങൾ ഈ സെപ്പറേഷനൊക്കെ അനുഭവിക്കുന്നതെങ്കിൽ ആ ബലം അത് മാറി വരാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ക്വീൻ ഓഫ് വോൺസ്, ഡിറ്റർമിൻഡ് ആയിട്ടിരിക്കുക, ഡിറ്റർമിൻഡ് ആയിട്ട് ധൈര്യമായിട്ട് കുറച്ച് സെൽഫ് കെയർ ചെയ്യുക. ഓക്കെ, സ്വയം ഫോക്കസ് ചെയ്യുക. ഈ ഒരു റിലേഷനിലും അതിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാതെ സ്വയമായി സമ്പാദിക്കാൻ ശ്രമിക്കുക, സ്വയം ഒരു ലൈഫ് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാതിരിക്കുക, നിങ്ങളെ തന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉള്ള ഒരു ബന്ധമാണ് ഇതെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. പോസിറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. അതിനൊരു തീരുമാനം ആ ദൈവം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, ഞാനൊരു 4 കാർഡ് മെസ്സേജസ് ആയിട്ട് എടുക്കാം, ഈ ഡെക്കിൽ നിന്ന് എടുക്കാം. പ്ലീസ് give us messages for my viewers. Please give us messages for my viewers. Please give us messages for my viewers. Date, get back out there, meeting someone new, setting a date online. ഇപ്പോൾ ഗൈഡൻസ് വന്നില്ലേ, നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പുതിയ ഒരാളെ ആയിട്ട് ഇൻട്രസ്റ്റ് എടുക്കൂ, ലൈഫിൽ മൂവ് ഓൺ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കാതെ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യൂ എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. മീറ്റിംഗ്, ടോക്കിംഗ്, സേവറിങ് ദ മൂമെൻറ്റ്, ഫീലിംഗ് എലിവേറ്റഡ്, ബിൽഡിംഗ് ഫ്രണ്ട്ഷിപ്പ്. ന്യൂ പേഴ്സണെ മീറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. The relationship is over, no second chances, grow and transform, what is dead. ചിലർക്കെങ്കിലും ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ളവർക്കായിരിക്കണം കേട്ടോ. ഇവർ ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് എപ്പോൾ പുറത്ത് കിടക്കുമോ കിടക്കില്ല എന്നൊന്നും നമുക്ക് യാതൊരു ഉറപ്പും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. നോട്ട് ടുഡേ, ബൗണ്ടറീസ് ആൻഡ് ഹേർട്ട്, അവോയ്ഡിങ് കൺവെർസേഷൻ, നോട്ട് ഡീലിംഗ്, സ്റ്റിൽ അപ്സെറ്റ്. ഇപ്പോഴും നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങൾ ഫോൺ എടുക്കുന്നുണ്ടാവില്ല, കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ. പക്ഷെ നമ്മൾ കണ്ട് അവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് മൂഡിൽ ഇരിക്കുകയാണ്. ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂ ബ്ലൂമിങ് റൊമാൻസ്, ഫ്ലേർട്ടിങ്, വോണ്ട് ടു ഡേറ്റ്. അതായത് ഇതൊരു ന്യൂ ലവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതാണ് ഡിവൈൻ നിങ്ങൾക്ക് ഗൈഡൻസ് തന്നത്. ഒരു ഡേറ്റിനൊക്കെ പോകും, പുതിയ ഒരാളെ മീറ്റ് ചെയ്യുമെന്നൊക്കെ. അബണ്ടൻസ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, മാനിഫെസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ബ്ലെസ്സിങ്സ്. മാനിഫെസ്റ്റ് ചെയ്യൂ, നല്ല കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവണം. അതേപോലെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനു വേണ്ടി പരിശ്രമിക്കുകയും വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതേപോലെ അസെൻഡിങ്, ലേണിംഗ്, എക്സ്പാൻഷൻ, ട്രാൻസെൻഡിങ്, പ്രിപ്പയറിങ് ഫോർ യൂണിയൻ, ന്യൂ ഫേസ്, ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എല്ലാം വരുന്നതെല്ലാം പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. ഒരാളിലോ ഒരു സ്ഥലത്തോ ഒരു കാര്യത്തിലോ മാത്രമായി സ്റ്റക്കായി പോവാതിരിക്കുക. ലോകം വളരെ വലുതാണ്, നമുക്ക് ഒരുപാട് പ്രോസ്പെക്ട്സ് ലോകത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തമ്മിലുള്ള ലിങ്ക് സബ്സ്ക്രിപ്ഷനാണ്. എനിക്ക് നിങ്ങളുടെ എനർജിയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ അങ്ങനെ സഹായം കിട്ടും. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ വേറൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.